കാറ്റാടി തണലും തണലത്തൊരു മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കൂടും മറ്റുള്ളൊരു പെണ്ണും തൊളി കണ്ണും കളിയും ഞാനാണ് കണ്ണാൻ നോക്കി പഠിക്കൊള്ളി അല്ല ചില ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് അവരെ ഓരോരുത്തരെ പതിയെ പരിചയപ്പെടാം. അതിനു മുന്നേ എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ ഇന്ന് പറയുന്നത് അവരാണ് ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ വിജയി. ഓക്കെ, മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? എന്താ പേര്? എന്തോ അറുമാൻ. റാതിരിയൊന്നുമില്ല. എവിടെ? ഏത് സ്കൂളിലാ? ഹോസ്റ്റലിലാ? റോസ്ഡെയിൽ. എവിടെ സ്ഥലം? കൊല്ലം കോളയത്തോട്. ഓക്കെ, ഒരാളെ പരിചയപ്പെട്ടു. ആദ്യമേ ഒരു കുട്ടിയെയാണ് പരിചയപ്പെട്ടത്. നമുക്ക് ബാക്കിയുള്ളവരെ പതിയെ പരിചയപ്പെടാം. അതിന് മുന്നേ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡിയാണോ എല്ലാവരും? റെഡി. ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആനയെ കാണാനുള്ള വെളിച്ചമുണ്ട്, ബീഡി കൊളുത്താൻ തീയില്ല. എന്താണ് ആ സാധനം? ആനയെ കാണാനുള്ള വെളിച്ചമുണ്ട്, പക്ഷെ ബീഡി കൊളുത്താനുള്ള തീ കാണത്തില്ല. എന്താണ് ആ സാധനം? വെളിച്ചം തരുന്ന ഒരു സാധനമാണ്. ടോർച്ച്. കറക്റ്റ് ആൻസർ ആണ്. ടോർച്ച് കറക്റ്റ് ആൻസർ ആണ്. എന്താ പേര്? ജഫ്ന. എവിടെ സ്ഥലം? പള്ളിമുക്ക്. കൊല്ലം. എന്തെന്ന് വർക്ക് ചെയ്യുന്നു? ഇല്ല, ഹൗസ് വൈഫാണ്. അപ്പോൾ ജസ്നയാണ് ആദ്യത്തെ ആൻസർ പറഞ്ഞേക്കുന്നത്. ക്ലാപ്പൊക്കെ ഇവിടെ നേരത്തെ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം. ഇങ്ങോട്ടും ഓടും, നേരെ നിന്നാൽ സത്യം പറയും. എന്താണ്? ക്ലോക്ക് അല്ല, വാച്ച് അല്ല. ത്രാസ്. കറക്റ്റ് ആൻസർ ത്രാസ് ആണ്. എന്താ പേര്? ഷാനു. വർക്ക് ചെയ്യുന്നു? ഞാൻ ഷോപ്പിൽ മാനേജറായിട്ട് നിൽക്കുന്നു. കൊല്ലം അല്ലേ? കൊല്ലം. ജാസ്മിന്റെ ജഫ്ന ബ്രദറാണ്. അപ്പോൾ ഇന്ന് ബ്രദേഴ്സ് തമ്മിലുള്ള ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത്തിരി മുറ്റത്ത് 5 വടികൾ. ഏതാണ്? ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഇത്തിരി മുറ്റത്ത് 5 വടികൾ. ഇത് നമ്മുടെ ബോഡി പാർട്സ് ആണ്. ഇത്തിരിയുള്ള ഒരു മുറ്റത്ത് 5 വടികൾ. വിരലുകൾ. കറക്റ്റ് ആൻസർ. നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ്. വിരലാണോ? കൈവിരൽ. എന്താ പേര്? നാസിയ. പഠിക്കുക? ഏത് സ്കൂളിലാ? ഓക്കെ. കൊല്ലം. എല്ലാവരും കൊല്ലത്ത് ഒരു ഫാമിലിയല്ലേ? എല്ലാവരും ഒരു ഫാമിലിയാണ്. ഇന്ന് ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയത്. ഇതുപോലെ ഇത്രയും മെമ്പേഴ്സ് ഉള്ള ഫാമിലി ഞാൻ കണ്ടില്ല. കുറവാ. 4 ഒരു ഭാഗമേ വന്നുള്ളൂ. ചെറിയ വണ്ടിയായിട്ട് ആ വണ്ടിയിൽ കൊള്ളുന്നവരെ മാത്രം കൊണ്ടുവന്നല്ലേ. ഒരു വലിയൊരു ലോറി വിളിക്കാൻ വരുന്നു. ആളുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, 4ാമത്തെ ക്വസ്റ്റ്യൻ. കഴുത്തുണ്ട് കാതില്ല, കൈയുണ്ട് കാലില്ല. തൊട്ടിയല്ല. ഷർട്ട്. ഇവിടെ ആൻസർ വന്നു. ഇവിടെ ആൻസർ ആദ്യമേ പറഞ്ഞു. കഴുത്തുണ്ട് കാതില്ല, കൈയുണ്ട് കാലില്ല. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഷർട്ടാണ് ആൻസർ പറഞ്ഞത്. എന്താ പേര്? സനൂജ. സ്ഥലം കൊല്ലം. വർക്ക് ചെയ്യുന്നു? ഇല്ല, ഹൗസ് വൈഫാണ്. വെരി ഗുഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആനയ്ക്ക് നിൽക്കാൻ ഇടമുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല. പുളിമരവും ആരാ ഇവിടെ പറഞ്ഞേ? കുട്ടിയാ പറഞ്ഞേ. അപ്പോൾ പുളിമരം കറക്റ്റ് ആൻസർ ആണ്. 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു മുന്നിട്ട് നിൽക്കുകയാണ്.
ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തുവാടെ ഇത്? ഒരാളെ കാണിക്കും, അയാൾ വേറെ ആരുടെയും പേര് എല്ലാരും കൂടെ പാടാം. എല്ലാരും കൂടെ പാടിക്കും. തണലും തണലത്തൊരു മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കൂടും മറ്റുള്ളൊരു പെണ്ണും തൊണി കണ്ണും കളിയും ഞാൻ തരത്തില്ല, അത് തരത്തില്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ. അനുജത്തി ചുവന്നിട്ട് ഏട്ടത്തി പച്ച മൂത്ത ചേച്ചി മഞ്ഞ എന്താണ്? പൂവല്ല. പൂവുമായിട്ടൊക്കെ ബന്ധമുള്ള ഇല. വിശ്വസിക്കാൻ പറ്റില്ല. ഞാനാണോ ആൻസർ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ല. എന്റെ പേര് നസ്രിയ. സിനിമ നടി നസ്രിയ. അടിപൊളി പേര് കേട്ടോ. കൊല്ലം. എവിടെ പഠിക്കുന്നു? കൊല്ലം GVHS വളർത്തും ഗേൾസ്. ഓക്കെ. എവിടെ രണ്ടുപേരും ഭയങ്കര ചിരി. പ്രോഗ്രാമിന് പങ്കെടുക്കുന്നില്ല. ഇതിലുള്ളതാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. കറുപ്പാണ് എന്റെ നിറം, നീ എവിടെ പോയാലും ഞാനും കൂടെ വരും. എന്താണ്? ദേ ഇവിടെ പറഞ്ഞു ആൻസർ. ഓക്കെ. അപ്പൊ 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് നാസിയും നസ്രിയയും. അനിയത്തിയും ചേട്ടത്തിയും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇത്. ഇവരിൽ ആരെങ്കിലും ജയിക്കുകയോ തോക്കുകയോ ചെയ്താൽ ഇന്ന് വീട്ടിൽ അടി ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. കൈപ്പടം പോലെ ഇല, വിരല് പോയ കായ എന്താണ്? കൈപ്പടം പോലെ ഇല, വിരല് പോലെ കായ എന്താണ്? നമ്മൾ വീട്ടിലേക്ക് വിഴുക്കൊക്കെ വെക്കുന്ന ഒരു സംഭവമാണ്. കോവയ്ക്കല്ല, വെണ്ടയ്ക്ക. കറക്റ്റ് ആൻസർ. ഇവിടെ ഐഷ. കൊല്ലം. എവിടെ പഠിക്കുന്നു? ഓക്കെ. അപ്പോൾ ഐഷക്കുട്ടിയാണ് ആൻസർ പറഞ്ഞത്. ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. നല്ലൊരു ക്ലാസ്. അതാണ്. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. ഇനി പറയത്തില്ല. എല്ലാവരും ക്ലാപ്പ് കൊട്ടിയില്ല. ആരും ക്ലാപ്പ് അടിച്ചില്ല. പരാതി ഉയർന്നു. ഇനി പാട്ട് പാടുന്നു? പാട്ട് പാടില്ല. സ്കൂളിൽ പഠിച്ച ഏതെങ്കിലും ഒരു പാട്ട് പാടോ? എന്താ പേര്? പേര് പറയോ? പേര് പറഞ്ഞോട്. അടിപൊളി പേര്. പറയാൻ പോലും പറ്റണില്ല എനിക്ക്. ക്വസ്റ്റ്യൻ. ചത്ത് കിടക്കുന്ന പാമ്പ് വടിയെടുത്താൽ ഓടും എന്താണ്? ചൂരലല്ല. അല്ല. വടിയെടുത്താൽ ഓടും. അതൊരു പ്രയോഗമാണ്. ഇത് പണ്ടൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന ഒരു സാധനം. ട്രെയിനല്ല. തോണി. കറക്റ്റ് ആൻസർ. അത് തന്നെ. അത് കൊച്ചു പരാതിയും പറഞ്ഞായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ എല്ലാ പേരും പണ്ട് മുതലേ കേട്ട ഒരു ക്വസ്റ്റ്യൻ ആണേ. ഒരു പഴഞ്ചൊല്ലായിട്ട് വരും. ഞാൻ അത് കടങ്കതായിട്ട് കുസൃതി ചോദ്യമായിട്ട് ഇങ്ങനെ എടുത്തു. കേട്ടോ. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി എന്താണ്? അല്ല. അല്ല. ഇക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി എന്താണ്? ഒരു ക്ലൂ തരാം. നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളതാ. ഇപ്പൊ എല്ലാരും പറയും. പുരികമല്ല. കണ്ണ്. ഇവിടെയാണ് കണ്ണ്. ഐഷ. നമ്മൾ ഐഷക്കുട്ടി 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. എങ്കിലും ഇന്നത്തെ വിജയി ആരാ?
ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഞാനാണോ പറഞ്ഞത് എന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ തുരുതിരാങ്ങ് പറയുക 3 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി പ്രഖ്യാപിച്ചിരിക്കുന്നത് നസ്രിയാണ്. സമ്മാനം വേണ്ടേ? അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയിയായ നസ്രിയ കുട്ടിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫോട്ടോ